അങ്ങനെ നമ്മുടെ ടിയാഗോ EV 1,00,000 കിലോമീറ്റർ അടുപ്പിച്ചായിട്ടുണ്ട്. അപ്പം 97,500 കിലോമീറ്ററിന്റെ സർവീസ് ഇന്ന് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 1,136 രൂപ മാത്രമാണ് 1,00,000 അടുപ്പിച്ചോടിയ ടിയാഗോ EVയുടെ സർവീസ് വരുന്നത്. അപ്പോൾ ഇതൊരു മൈനർ സർവീസ് ആയിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് റേറ്റ് കുറവ് വരുന്നത്. പിന്നെ ഞാൻ വാട്ടർ സർവീസും അതുപോലെ തന്നെ വീൽ അലൈൻമെന്റ് ഒക്കെ പുറത്തുനിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ആ ഒരു കോസ്റ്റ് വന്നിട്ടില്ല ഇതിനകത്ത്. പിന്നെ അവര് വണ്ടി ക്ലീൻ ആയതുകൊണ്ട് തന്നെ വാട്ടർ സർവീസ് ഇല്ലാത്തത് കൊണ്ട് എൻ്റെ അടുത്ത് എഞ്ചിൻ ബേ ക്ലീനിങ്, പിന്നെ അതുപോലെ തന്നെ ഇന്റീരിയർ ഡീപ്പ് ക്ലീനിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, നോർമലി കമ്പനി എന്ത് സർവീസ് ആണോ പറഞ്ഞേക്കുന്നത് അത് മാത്രം ചെയ്യാനാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് ഈ ഒരു കോസ്റ്റ് വരുന്നത്. അപ്പം നിങ്ങൾ വണ്ടി സർവീസിന് കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് വണ്ടിയിൽ ചെയ്യേണ്ട സർവീസസ് എന്നുള്ള കാര്യം അവരുടെ അടുത്ത് കറക്റ്റ് ആയിട്ട് പറയുക. അപ്പം ചില ഷോറൂമുകളിൽ ഈ പറഞ്ഞ ചോദിക്കാതെ തന്നെ AC വെന്റ് ക്ലീനിങ് അല്ലെങ്കിൽ ഇന്റീരിയർ ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ ബില്ല് എമൗണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ ലെക്സൺ ടാറ്റയിലാണ് സർവീസ് ചെയ്തത്. ഞാൻ സർവീസിൽ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം നിങ്ങൾ എവിടെ നിന്നാണ് സർവീസ് ചെയ്യുന്നത്, നിങ്ങളുടെ ലാസ്റ്റ് സർവീസിന് എത്ര രൂപ കോസ്റ്റ് ആയെന്നുള്ള കാര്യം ഒന്ന് കമന്റ് ചെയ്തോളൂ. EV റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം EV ട്രിപ്സ് ആൻഡ് ടിപ്സ്.